പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് 3 ഉള്ളത്. ഒന്നാമത്തത് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു എ. നമ്മൾ ഒരെണ്ണത്തിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അതിൻ്റെ ട്രാൻസ്പോസ് പിന്നെ എടുക്കുകയാണെങ്കിൽ ഒറിജിനലിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ 4910, ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് വരുന്നത്? 4910 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിൻ്റെ ട്രാൻസ്പോസ് പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് തന്നെ വരും, 4910 ഇങ്ങനെ വരും. അതായത് ഒരെണ്ണത്തിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് പിന്നെ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഒറിജിനലിലേക്ക് വരുന്നു. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും കൂടെ ട്രാൻസ്പോസ് കൊടുത്താൽ മതി. ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് 161 ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഓരോന്നിനും ട്രാൻസ്പോസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. എയ്ക്കും ട്രാൻസ്പോസ് നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ എയ്ക്കും ട്രാൻസ്പോസ് എടുക്കുക, ബിക്കും ട്രാൻസ്പോസ് കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? എ ബി രണ്ട് മെട്രിക്സ് ആണ്, അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ തിരിഞ്ഞായിരിക്കും വരുന്നത്. ഇതിൻ്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് അങ്ങനെ ആയിരിക്കും വരുന്നത്. എ